The situation is very serious. നമ്മുടെ രാജ്യത്തിന്റെ ഐശ്വര്യം നമ്മുടെ വനങ്ങളാണെന്ന് മിസ്റ്റർ ബലറാമിനോട് പറയേണ്ട ആവശ്യമില്ല. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന വനസമ്പത്ത് ദിവസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പത്ര റിപ്പോർട്ടുകൾ ഞാൻ കാണാറുണ്ട് സാർ. ഇതിൽ പ്രത്യേകത എന്തെന്നാൽ തങ്കവും മറ്റും കടത്തുന്നത് പോലെ ഒരു ബ്രീഫ് കേസിൽ വെച്ചല്ല ഇതൊന്നും കൊണ്ടുപോകുന്നത്. ലോറികളിൽ രാത്രി പകലൊന്നും നോക്കാതെ പരസ്യമായിട്ടാണ് ഈ വനസമ്പത്തുകൾ കടത്തുന്നത്. അപ്പൊ ഈ കൊള്ളയുടെ പിന്നിൽ ഒരു ഓർഗനൈസ്ഡ് ഗാങ് ഉണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലേ സാർ? വെറും ഊഹമല്ല, ഉണ്ട്. ആ സംഘത്തിന്റെ നേതാവിനെ കാട്ടുകള്ളൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവന്റെ സങ്കേതം മൂർഖൻപാറ എന്ന സ്ഥലമാണെന്ന് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. എക്സ്ക്യൂസ് മീ സർ, അവനെ പിടിക്കാൻ നമുക്ക് കഴിയില്ലേ? തീർച്ചയായും കഴിയും. പക്ഷേ ആത്മാർത്ഥതയുള്ള ഉദ്യോഗസ്ഥന്മാർ വേണം. മിസ്റ്റർ ബൽറാം, നിങ്ങൾ മാത്രം തലകുനിച്ചാൽ പോരാ. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും ലജ്ജിച്ച് തല താഴ്ത്തണം. ദേശസ്നേഹം എഴുതാനും പ്രസംഗിക്കാനും മാത്രമുള്ളതാകരുത്, പ്രത്യേകിച്ച് നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക്. ഐ ആം നോട്ട് പ്രീച്ചിങ് മിസ്റ്റർ ബൽറാം. ഐ അണ്ടർസ്റ്റാൻഡ് ദ പോയിന്റ് സർ. നമുക്ക് ഉദ്യോഗസ്ഥരുണ്ട്. 1-ാം തീയതി തോറും ശമ്പളം കറക്റ്റായി കിട്ടും. 55 വയസ്സായാൽ പെൻഷനും കിട്ടും. കാട് നശിച്ചാലെന്ത്, നാട് നശിച്ചാലെന്ത്? നോ, വി ഷുഡ് ബി സിൻസിയർ ഇൻ അവർ സർവീസ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് തുരങ്കം വയ്ക്കുന്നവരെ കണ്ടുപിടിക്കാൻ കെൽപ്പില്ലെങ്കിൽ നാം ഒന്നടങ്കം രാജിവെക്കുന്നതാണ് നല്ലത്. ഐ നോ യു ആർ എൻ എഫിഷ്യന്റ് ഓഫീസർ. കാട്ടുകള്ളനെ കസ്റ്റഡിയിലെടുക്കേണ്ട ചുമതല ഞാൻ മിസ്റ്റർ ബൽറാമിനെ ഏൽപ്പിക്കുന്നു. ഞാൻ എന്റെ പരമാവധി ശ്രമിക്കും സർ. ഐ ഡോണ്ട് വാണ്ട് ദിസ് കാഷ്വൽ റിപ്ലൈ. ശ്രമിക്കാൻ ആർക്കും സാധിക്കും, പക്ഷേ ലക്ഷ്യം നേടാൻ ബുദ്ധിമാനേ കഴിയൂ. ലക്ഷ്യം നേടാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. That should be the spirit. നമ്മുടെ നാടിന്റെ സമ്പത്ത് ഒരു കാട്ടുകള്ളന് പണ്ടാടാനുള്ളതല്ല. I accept this assignment, sir. ഗുഡ്. കൂടെ വരാൻ എത്ര പേർ വേണം, എന്തൊക്കെ കരുതലുകൾ വേണം എന്ന് മാത്രം പറയൂ, ഞാൻ ഏർപ്പാട് ചെയ്യാം. എക്സ്ക്യൂസ് മീ സർ, ഞാൻ ഒറ്റയ്ക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ആർ യു സീരിയസ്? യെസ് സർ. പാർട്ടിയോടും സന്നാഹത്തോടും കൂടി പോയാൽ അവനെ പിടിക്കാനുള്ള സാധ്യത കുറയും. പ്രോബബ്ലി യു ആർ റൈറ്റ്. ഔദ്യോഗിക രീതിയിലല്ലാതെ വിനോദയാത്രക്കാരെന്ന മട്ടിൽ വേണ്ടപ്പെട്ട 1-2 പേരുമായി ഞാൻ മൂർഖംപാറയിലേക്ക് പോകാം. ഓക്കെ, വിഷ് യു ഗുഡ് ലക്ക്. താങ്ക് യു സർ. ഒന്ന് നിർത്തു. സുന്ദരം വഴിതെറ്റിപ്പോയെന്നാ തോന്നുന്നത്. ശരിയാണ് സാർ. തിരിച്ചുവിടും. ഓ, നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ ഈ മരം ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഉണ്ടായിരുന്നു സാർ, നമ്മൾ നോട്ട് ചെയ്തില്ല. പിന്നെങ്ങനെ ഇതിലെ കടന്നുപോയി? അല്ല, ഞാൻ പറഞ്ഞത് വഴിയേറി നിന്നിരുന്നെന്നാ. കാറ്റത്തൊടിഞ്ഞുകൊണ്ടതായിരിക്കും. ഇത് ഒടിഞ്ഞു വീണതല്ല, ആരോ മനഃപൂർവ്വം വെട്ടിയിട്ടത്. കാട്ടുകള്ളനായിരിക്കും. നമുക്കെടുത്ത് മാറ്റിക്കളയാം സാർ. വേണ്ട, ജീപ്പ് വന്ന വഴി തന്നെ തിരിച്ചുവിടൂ. കാട്ടല്ല. അയ്യോ അയ്യോ. അങ്ങോട്ട് സൈഡ് ഒതുക്കി നിർത്തൂ. എന്താ സാർ? ഇനി യാത്ര തുടരുന്നത് ശരിയല്ല. ഇന്ന് രാത്രിയോട് വിശ്രമിച്ചിട്ട് നാളെ പുലർച്ചയ്ക്ക് പോകാം. ഞങ്ങൾ ഇതിനകത്തിരുന്നോളാം, പക്ഷെ സാറിന്റെ കാര്യമാണ്. അടുത്തെങ്ങാനും വല്ല വീടും ഉണ്ടോ നോക്കാം സാർ. വേണ്ട, നിങ്ങൾ ഒരുവൻ തന്നെയാണ് ഞാൻ. സാറ് ജീപ്പിനകത്ത് ഇരിക്കണം, ഞങ്ങൾ ഈ റോഡരികിൽ കിടന്നോളാം. അതേതായാലും വേണ്ട. അല്ല, നീ ഇവിടെ വാ. സാറിന് വിശ്രമിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാമാ. നോക്കി വാ, വല്ല പാമ്പോ മറ്റോ കാണും. ഡാ,
ഈ കാട്ടിൽ വല്ല വീടോ മറ്റോ കാണുവോടാ? കാണും വല്ല ആനയുടെ കടുവയുടെ വീട് കാണും. ദൈവദോഷം പറയാതടാ, നല്ലൊരു മനുഷ്യനെ കൊണ്ടുപോയി എങ്ങനെയാ കടുവയുടെ കൂട്ടി നമുക്ക് പോയി അവിടെ താമസിക്കാം. അത് ശരിയാ. വേടാ നടന്നു വരാ ഇങ്ങോട്ട്. സൂക്ഷിച്ച് നടക്കണം, ഇവിടൊക്കെ പാമ്പ് കാണും. അണ്ണം പാമ്പിനെ കളിക്കാം, പാമ്പ് കത്തുള്ളത്. എനിക്ക് പേടിയൊന്നുമില്ല, അണ്ണം കൂടെ ഉള്ളതാ പേടി. സാർ ഒറ്റയ്ക്കാണ് അവിടെ, പേടിക്കുമായിരിക്കും. ഇതൊക്കെ എന്തൊരു മുള്ള. അയ്യോ അങ്ങോട്ട് നോക്കണ, നല്ല ഒരു പുള്ളി. പുള്ളിമാനല്ല, പുള്ളിപ്പുള്ളിയാ. അയ്യോ ഞങ്ങളെ പുള്ളി പിടിച്ചു. എന്താണ് എന്താ എവിടെ? ഷെഡോ, ഇത് പുലിയുടെ രൂപം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി വെച്ചിരിക്കുക. പേടിച്ചു പോയോ? പേടിച്ചൊന്നുമില്ല. എനിക്കും പേടിയൊന്നുമില്ല സാർ. പിന്നെ എന്റെ ശരീരം കണ്ടാ പുല്ലി വിടൂല. നരഭോജിയാണ് സാർ. വീട് അന്വേഷിച്ച് മതി, വരൂ പോകാം. അയ്യോ സാറങ്ങോട്ട് പോണ്ട, കാട്ടിലെ പ്രേതങ്ങളായിരിക്കും. ഉടുക്കൂട്ടി നമ്മളെ വിളിക്കുകയാണ് തട്ടാൻ. പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ആരും വരണ്ട, ഞാൻ പോയിട്ട് വരാം. സാർ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം. ഇത് വെച്ചോ. അയ്യോ അയ്യോ. ഞങ്ങൾ കുറെ ദൂരത്തേക്ക് പോകേണ്ടവരാണ്. കാട്ടിലൂടെ ഈ രാത്രി യാത്ര തുടരേണ്ടെന്ന് വെച്ച് വണ്ടി നിർത്തിയപ്പോഴാണ് നിങ്ങൾ തപ്പുകൊട്ടുന്ന ശബ്ദം കേട്ടത്. ഉറക്കം വരാതിരിക്കുമ്പോ ഇതൊരു രസമാണ്. ആട്ടെ, സാർ എവിടുന്നാ? സാറിന് ഈ രാത്രി കഴിയാൻ ഒരു സ്ഥലം അന്വേഷിക്കുകയായിരുന്നു. അയ്യോ, ഇവിടെ സാറിന് കഴിയാനുള്ള സൗകര്യങ്ങളൊന്നുമില്ലല്ലോ. എങ്കിലും മോളെ, എന്റെ മോളാണ്. നമസ്തേ. നമസ്തേ. മോളെ, സാറിന് കിടക്കാൻ എന്തെങ്കിലും ഇങ്ങോട്ട് എടുത്തോളൂ. വേണ്ട, ഞാൻ ഈ ബെഞ്ചിൽ തന്നെ കിടന്നോളാം. സുന്ദരം, താൻ പോയി ഒരു ബെഡ്ഷീറ്റും തലേനെ എടുത്തുകൊണ്ട് തന്നിട്ട് ജീപ്പിൽ തന്നെ കിടന്നോളൂ. ശരി സാർ. എവിടെ പോയി? കിട്ടൂലേ? ഇവിടെ മല്ല രണ്ടിനും കാണുന്നില്ലല്ലോ. ഞാൻ ഇവിടെ ഉണ്ട് സുന്ദര. ഇവിടെ പെട്രോളിന്റെ മണമുള്ളതുകൊണ്ട് താനല്ലാതെ മറ്റ് വന്യമൃഗങ്ങളൊന്നും വരൂല. ആ മലനെവിടെ? അവനെ കടുവ പിടിച്ചു. ഒരു ഒച്ചയും ബഹളമെല്ലാം കേട്ടു. കടുവായോ? പിടിക്കും. എന്നാൽ ആ കടുവയുടെ ഒടുക്കത്തെ പിടിയായിരിക്കും അത്.
എന്റെ മോളെ അവൻ തട്ടിക്കൊണ്ടുപോയാ മതി. വിഷമിക്കാതിരിക്കും. അവൻ ആരാണെന്ന് പറയും. ആ കാട്ടുകള്ളൻ. കാട്ടുകള്ളൻ? ആരാണ് ഈ കാട്ടുകള്ളൻ? പറയൂ, പേടിക്കാതെ പറയൂ. ആ കാട്ടുകള്ളൻ കാട്ടുകള്ളന്റെ അതിർത്തിക്കുള്ളില. നമുക്ക് സ്ഥലം വിടാൻ സാർ. ഒരു കൊലപാതകം കണ്ട് സ്ഥലം വിടാൻ? ഇവിടെ നിന്നാ കൊലപാതകത്തിന്റെ എണ്ണം കൂടി കൂടി വരും. നമുക്ക് പോകാം സാർ. ഈ വിവരം പോലീസിനെ അറിയിക്കണം. പാതിരാ കഴിഞ്ഞ നമ്മുടെ നാട്ടിൽ പോലും പോലീസില്ല. പിന്നെയാണോ സാർ ഈ കാട്ടില്? നമുക്ക് പോവാം സാർ.